അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 3-ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ 8-ാമത്തെ പാഠം അദ്ദർസു സാമിൻ തവക്കൽതു അലല്ലാഹ്. ഉപ്പ രാവിലെ 7 മണിക്ക് എത്തും. മക്കൾ എയർപോർട്ടിൽ പോകണം. ഉമ്മ പറഞ്ഞു. വസീമിനും റാബിയക്കും സന്തോഷമായി. നേരം പുലർന്നു. എയർപോർട്ടിലേക്ക് പോകാൻ കാറ് വന്നു. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ദിക്ർ ചൊല്ലി അവർ വീട്ടിൽ നിന്നിറങ്ങി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് ചൊല്ലി എല്ലാവരും കാറിൽ കയറി. മൂത്താപ്പ, മോനെ സീറ്റ് ബെൽറ്റ് ഇടൂ. വസീം, എന്തിനാണ് സീറ്റ് ബെൽറ്റ് ഇടുന്നത്? മൂത്താപ്പ, കാർ യാത്രക്കാർ സീറ്റ് ബെൽറ്റ് ഇടണം. ഇരുചക്ര വാഹന യാത്രക്കാർ ഹെൽമറ്റ് ധരിക്കണം. അത് സുരക്ഷയ്ക്കു വേണ്ടിയാണ്. വസീം, ഇക്ക വണ്ടി സ്പീഡിൽ വിടൂ. മുത്താപ്പ, വേണ്ട മോനെ, അമിത വേഗം ആപത്താണ്. വസീം, എന്തിനാണ് കാറ് നിർത്തിയത്? ഡ്രൈവർ, ഇത് ട്രാഫിക് ജംഗ്ഷനാണ്. റെഡ് ലൈറ്റ് തെളിഞ്ഞാൽ വണ്ടി നിർത്തണം. മറ്റു ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾക്ക് പോകാനുള്ള അവസരമാണിത്. ട്രാഫിക് നിയമങ്ങൾ പാലിക്കൽ നിർബന്ധമാണ്. ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞു. വാഹനം മുന്നോട്ടെടുത്തു. അവർ എയർപോർട്ടിലെത്തി. അതാ ഉപ്പ വരുന്നു. റാബിയ വിളിച്ചു പറഞ്ഞു. ഉപ്പ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മുത്താപ്പ, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അവർ ആലിംഗനം ചെയ്തു. കുട്ടികൾ ഉപ്പയെ കെട്ടിപ്പിടിച്ചു. വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. നിശ്ചയം നാം നമ്മുടെ റബ്ബിലേക്ക് മടങ്ങുന്നവരാണ്. ഇനി അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസു സാമിൻ തവക്കൽതു അലല്ലാഹ്. 1-ാമത്തെ വർക്ക് കാണാം. നക്തഷിഫ്, വ്യക്തമാക്കുക. ട്രാഫിക് നിയമങ്ങൾ കണ്ടെത്തുക. റെഡ് ലൈറ്റ് തെളിഞ്ഞാൽ വണ്ടി നിർത്തണം. ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞാൽ വാഹനം മുന്നോട്ടെടുക്കണം. മഞ്ഞ ലൈറ്റ് തെളിഞ്ഞാൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇടത്തോട്ടും വലത്തോട്ടുമുള്ള വളവുകൾ ശ്രദ്ധിക്കുക. സീറ്റ് ബെൽറ്റ്. സീബ്ര ലൈനിൽ വാഹനം ആളുണ്ടെങ്കിൽ നിർത്തുക. ഇനി അവിടെ നുബയ്യിനു മഅനൽ ഇഷാറാത്ത്, ആ അടയാളങ്ങളുടെ അർത്ഥങ്ങൾ വ്യക്തമാക്കുക. 1-ാമത് കാണുന്ന മുന്നിൽ സ്കൂൾ ഉണ്ട്, സൂക്ഷിക്കുക. 2-ാമത് കാണുന്ന വലത്തോട്ട് വളവുണ്ട്. മുന്നിൽ ഹമ്പുണ്ട്. മുന്നിൽ റെയിൽവേ ക്രോസ് ഉണ്ട്. സീബ്ര ലൈൻ. ഇനി 3-ാമത്തെ വർക്ക് നുജീബ്, ഉത്തരം എഴുതുക. 1. ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നത് എന്തിന്? നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി. 2. യാത്രക്കാരൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ എന്തു ചൊല്ലണം? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇനി വാഹനം കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ ഏത്? ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഇനി സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത് എന്തിന്? നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി. 4-ാമത്തെ വർക്ക് നുൻഷുൽ ജുമൽ ഉണ്ടാക്കുക. ഇൻഷാ അല്ലാ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകും. ഇൻഷാ അല്ലാ. രാവിലെ ഞാൻ നേരത്തെ ഉണരും. ഇനി അടുത്ത സ്വീകരിക്കുക. ഞാൻ വിരുന്നുകാരെ സ്വീകരിക്കും. 5-ാമത്തെ വർക്ക് തഖ്സീസ്, നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ കുറിപ്പ് തയ്യാറാക്കുക. ഞാൻ കുടുംബസമേതം മടവൂർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങി കോഴിക്കോട് ബസ് കയറി. അവിടെ നിന്ന് നാസ്ത കഴിച്ചു. വീണ്ടും മടവൂരിലേക്ക് ബസ് കയറി. മടവൂർ മുക്കിൽ ഇറങ്ങി ഒരു ഓട്ടോറിക്ഷയിൽ മഖാമിലേക്ക് പോയി. സിയാറത്ത് കഴിഞ്ഞ് മനസ്സംതൃപ്തിയോടെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു തിരിച്ചു പോന്നു. ഇനി 6-ാമത്തെ വർക്ക് നഖ്റഉ വനക്തുബു, എഴുതുക, വായിക്കുക, എഴുതുക. ജാഅത്തി സയ്യാറത്തു റക്കിബ മുഹമ്മദുൻ സുമ്മ റക്കിബ ഫാത്തിമത്തു സാറത്ത് സയ്യാറത്തു വസലത്ത് സയ്യാറത്തുൽ മത്താറ നസല മുഹമ്മദ് മിന സയ്യാറത്തി സുമ്മ നസലത്ത് ഫാത്തിമ. ജാഅത്ത് ഫാത്തിമത്തു റക്കിബ മുഹമ്മദുൻ നസല അലിയുൻ റക്കിബത്ത് ഖദീജത്തുൻ റക്കിബ മുഹമ്മദുൻ റക്കിബത്ത് ഫാത്തിമത്തു വസലത്തുൽ ഫാത്തിമത്തു വസല മുഹമ്മദുൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
വബറകാതുഹു.